ഹായ് ഡിയർ സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരീഷ് ആണെങ്കിൽ മാധവേട്ടനെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ദേവികയും ശാരികയും അമ്മയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ദേവിയും ശാരികയും ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താണ് പറ്റിയത്? അച്ഛൻ ഇങ്ങനെ ഒന്നും എന്തായാലും എവിടെയും പോയി പെടാൻ സാധ്യതയില്ല. അച്ഛൻ വളരെയധികം ശ്രദ്ധിച്ച് നടക്കുന്ന ഒരാൾ തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് വലിയ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാൻ അച്ഛനിപ്പോൾ എന്താ സംഭവിച്ചത്? അച്ഛൻ എന്താ പറ്റിയെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ദേവിയെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഗിരീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗിരീഷ് പറയുന്നുണ്ട്, അതൊന്നുമില്ല, അത് ചെറുതായിട്ടൊരു സ്കൂട്ടി വന്ന് അച്ഛനെ ഇടിച്ചതാണ്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ എന്തായാലും വരുന്നുണ്ടല്ലോ, നമുക്ക് ഡോക്ടറോട് ചോദിക്കാം എന്ന് പറയുന്നുണ്ട് ഗിരീഷ് ആണെങ്കിൽ. അപ്പോൾ ഗിരീഷിൻ്റെ മുമ്പിലാണെങ്കിൽ വേറെ വഴിയില്ല, എന്തായാലും ശാരികയോടും ദേവികയോടും ഈ കാര്യത്തെക്കുറിച്ച് പറയണമെന്ന് ഗിരീഷ് ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ്റെ വീഴ്ചയും അച്ഛന് ഉണ്ടായ അപകടത്തെപ്പറ്റി അതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി ഗിരീഷ് ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇസബല്ലയെ നന്ദൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും അവളുടെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണ്, ഞാൻ പോയി ഒന്ന് കണ്ടാലോ എന്ന് വിചാരിക്കുകയാണ്. കാരണം അയാൾ ഭയങ്കരമായിട്ട് മുറിവേറ്റ് പെട്ടിട്ട് കിടക്കുകയാണ്. കാരണം ഭയങ്കര ക്രിട്ടിക്കലാണ് അയാളുടെ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് പോയി കാണണം എന്ന് ഇസബല്ലയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, ഇനി വല്ലതും ഇവൻ പോയി കണ്ടാൽ അവളും ഇവൻ തമ്മിലുള്ള വഴക്കൊക്കെ മാറി പഴയതുപോലെ ആയാൽ വലിയ പ്രശ്നമാവും. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണമെന്ന് ഇസബല്ലയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദനോടായിട്ട് നമ്മുടെ ഇസബല്ല പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പോൾ പോയി കാണുമൊന്നും വേണ്ട, അങ്ങോട്ടേക്ക് നീയാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിനേക്കാളും വലിയൊരു നടപടിയാണ് എടുക്കുക. ഇപ്പോൾ അവളുടെ കയ്യിലാണല്ലോ നിയമങ്ങളും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകണ്ട, എന്തായാലും നീ കുറച്ച് നാൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടാ, അതാകുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള രീതിയിലൊക്കെ ഇസബല്ല സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കെവിൻ്റെ അടുത്ത് വന്നിട്ട് ഇസബല്ല ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കളവനാണെങ്കിൽ ഒന്ന് ചത്താൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ നന്ദനെ എങ്ങനെയെങ്കിലും കുടുക്കിയിട്ട് ആ ദേവികയെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാമായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വേറൊരു വഴിയില്ല. എന്തായാലും ദയവായിട്ട് തന്നെയാണ് ആ കളവനെ ആ സമയത്ത് അങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഇസബല്ല സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കെവിനാണെങ്കിൽ ഇസബല്ലയുടെ ഈ ഒരു സംസാര രീതിയൊന്നും വളരെയധികം തന്നെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇസബല്ലയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കെവിനാണെങ്കിൽ നല്ലപോലെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇസബല്ല ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കെവിൻ, നീ ഇങ്ങനെയൊന്നും മിണ്ടാതെയാണല്ലോ നിൽക്കുന്നത്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ കുറച്ച് നാൾ മുമ്പേ, ഭയങ്കര സന്തോഷമായിരുന്നല്ലോ, ഞാനും നന്ദനും ഒരുമിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഇപ്പം നിനക്ക് ഈ സന്തോഷമൊന്നും ഈ മുഖത്ത് ഞാൻ കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ കെവിനോട് ചോദിക്കുന്നുണ്ട്. കെവിനാണെങ്കിൽ താൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ അച്ഛനാണല്ലോ ആ മാധവേട്ടനെ പറ്റിയെങ്കിലും നീ ഇച്ചിരി നല്ലോണം സംസാരിക്കണം ഇസബല്ല, കാരണം അയാളൊരു പാവമാണ്. അയാളെപ്പറ്റി എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയാളൊരു അച്ഛനല്ലേ, എന്തായാലും നിനക്കും ഉണ്ടല്ലോ ഒരു അച്ഛൻ, അപ്പോൾ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ ഇസബല്ല എന്നൊക്കെ കെവിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇസബല്ല ചോദിക്കുന്നുണ്ട്, ഓ നിനക്ക് എന്താ കെവിൻ ഇത്ര പെട്ടെന്ന് അവരുടെ കുടുംബത്തോടൊക്കെ ഭയങ്കര സ്നേഹം തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇസബല്ല ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെവിൻ പറയുന്നത്, സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, എന്തായാലും മുതിർന്ന ഒരാളാണല്ലോ, അയാൾക്ക് തീരെ വയ്യാതെ ഇരിക്കുകയാണ്, എന്തായാലും ഇങ്ങനൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല നീ ഇസബല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇസബല്ല പറയുന്നുണ്ട്, ഞാനായിട്ടൊന്നും ചെയ്തതല്ല, നന്ദൻ്റെ മുമ്പിൽ അയാൾ വന്ന് പെട്ടതാണ്, അപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്, എന്തായാലും എനിക്ക് സന്തോഷമായി, ഇനിയിപ്പോൾ ഇന്നിത് ഞാൻ പപ്പയെ വിളിച്ച് പറയട്ടെ എന്നുള്ള ഇതിലൊക്കെ ഇസബല്ല സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കെവിനാണെങ്കിൽ ഇതൊന്നും ഇസബല്ലയുടെ ഈ ഒരു രീതികളും കാര്യങ്ങളൊന്നും ഇപ്പോൾ തീരെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇസബല്ലയെയും കെവിനെയും കാണിച്ചിരിക്കുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കെവിനാണെങ്കിൽ അമ്മയ്ക്ക് അച്ഛൻ എന്തായി എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ശാരികയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാരികയാണെങ്കിൽ പറയുന്നുണ്ട്, കുഴപ്പമില്ല, അച്ഛൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിൽ തന്നെയാണുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ശാരികയെ നമ്മുടെ കെവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ നന്ദനാണെങ്കിൽ നമ്മുടെ കെവിനോട് പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ദേവികയെ കാണണം എന്നുള്ള രീതിയിലൊക്കെ കെവിനോട് സംസാരിക്കുന്നുണ്ട്. നന്ദൻ്റെ അവസ്ഥയും കാര്യങ്ങളും മനസ്സിലാക്കിയ കെവിനാണെങ്കിൽ ശാരികയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ശാരികയ്ക്ക് ഇതാദ്യമേ അറിയാമായിരുന്നു, എന്നാൽ പോലും ശാരികയോട് ഇതൊക്കെ നന്ദൻ അറിയാതെ സംഭവിച്ചതാണെന്നും എല്ലാത്തിനും പിന്നിൽ ഇസബല്ലയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കെവിൻ വിളിച്ച് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നീ ദേവികയോട് തുറന്നു പറയണം എന്നുള്ള രീതിയിലൊക്കെ കെവിൻ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതിൽ ഇൻവോൾവ് ആവുന്നത്, നിന്നോട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇതൊക്കെ സംസാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പം നിനക്ക് എന്താണ്, മാധവേട്ടൻ അവളുടെ അച്ഛൻ ഒരു ഭയങ്കര അപകടത്തിൽ എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ആവലാതിയും വേവലാതിയും ഒക്കെ ഞാൻ കാണുന്നുണ്ട്, എന്താണ് നിൻ്റെ പ്രശ്നം കെവിൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കെവിൻ പറയുന്നുണ്ട്, ഞാൻ ശാരികയാണ് സ്നേഹിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ അച്ഛൻ സുഖമില്ലാതെ കിടന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് വിചാരിച്ചതും എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. പിന്നെ ഇസബല്ലയെ നീ സൂക്ഷിക്കണം, അവൾ നീ വിചാരിക്കുന്ന പോലെ വെറും ഒരു പെണ്ണ് മാത്രമല്ല, അവൾക്ക് വേറെ മറ്റു ഉദ്ദേശങ്ങളും കൂടെ ഉണ്ട് എന്നൊക്കെ നമ്മുടെ കെവിനാണെങ്കിൽ തുറന്നു പറയുന്നുണ്ട് നമ്മുടെ നന്ദുവിൻ്റെ അടുത്താണെങ്കിലും. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇസബല്ലയാണെങ്കിൽ ഭയങ്കര സന്തോഷിച്ച് നിൽക്കുന്ന ഒരു നിമിഷം തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നമ്മുടെ ഋഷിയുടെ അമ്മയായിട്ട് സംസാരിക്കുന്നത്. ഋഷിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അമ്മ എന്തായാലും
ഇതിലിടപെടാൻ പാടില്ല. ഇപ്പം ദേവികയുടെയും ശാരികയുടെയും അച്ഛന് അപകടം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയാണ് ആവുന്നത്. എന്തായാലും ആ കുടുംബത്തെ നശിപ്പിക്കാതെ എനിക്കെന്തായാലും ഉറങ്ങാൻ കഴിയില്ല. അത്രയേറെ വെറുപ്പും പകയുമാണ് എനിക്ക് ആ കുടുംബത്തോട്. അപ്പോൾ നമ്മുടെ ഋഷിയുടെ അമ്മ പറയുന്നുണ്ട്, നീ എത്ര ദ്രോഹിച്ചോ അത്രയൊക്കെ അതിനപ്പുറം അവർ അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും ദേവിക നിന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ആ ദേവികയോട് പോലും നീ ഇപ്പോൾ ക്രൂരതയാണ് കാണിക്കുന്നത്. എന്തായാലും നീ നാശത്തിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു സത്യം ഇവരൊക്കെ തിരിച്ചറിഞ്ഞാൽ നീ അനുഭവിക്കാൻ പോകുന്നത് വലിയൊരു ശിക്ഷ തന്നെയായിരിക്കും മകനെ. നീ എന്തായാലും ഇതൊക്കെ നിർത്തണം എന്നുള്ള രീതിയൊക്കെ നമ്മുടെ ഋഷിയുടെ അമ്മ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഋഷിയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മ എന്തായാലും ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തീരുമാനിക്കുന്നത് പോലെയും ഞാൻ പറയുന്ന പോലെ ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. ഇസബെല്ല എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും തിരുത്താനും അവൾ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറക്കാനും അവൾ മാത്രം മതി എനിക്ക് എന്നുള്ള രീതിയിലൊക്കെ ഇസബെല്ലയെ പറ്റി ഋഷിയാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കെവിനും നന്ദുവായിട്ട് സംസാരിക്കുന്നുണ്ട്. നന്ദുവിനോട് നമ്മുടെ കെവിനാണെങ്കിൽ എല്ലാ സത്യങ്ങളെക്കുറിച്ചും തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്ദു അതെങ്ങനെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ കെവിന് നല്ല ഭയം ഉണ്ടായിരുന്നു. എന്നാൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടും കെവിനാണെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ എന്നാൽ കെവിനാണെങ്കിൽ പറയാനുള്ള ധൈര്യക്കുറവ് കൊണ്ടും അത് പറഞ്ഞതുമില്ല. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കെവിൻ നമ്മുടെ ശാരികയെ വിളിച്ചതിന് ശേഷം ദേവികയും കൂടെ വിളിച്ച് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം അവളാണ് ഇസബെല്ല. നന്ദു ഒരിക്കലും അങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. നീ എന്തായാലും സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇസബെല്ല നിൽക്കുന്നത്. അതെന്തായാലും സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കെവിനാണെങ്കിൽ ഇപ്പം നമ്മുടെ നന്ദുവിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ട് ശാരികയോടുള്ള ഇഷ്ടക്കൂടുതലൊക്കെ കൊണ്ട് ഇപ്പം നന്ദുവിൻ്റെയും ദേവികയുടെയും പിന്നാലെ തന്നെയാണ്. ഇസബെല്ലയുടെ അടുത്ത് നിന്ന് ചെറുതായിട്ട് നമ്മുടെ കെവിനാണെങ്കിൽ മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.